മൊത്തത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ പറഞ്ഞ വെറൈറ്റി അറ്റ്മോസ്ഫിയർ, കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിടിലം വൈബ്. അല്ല, സെറ്റായ നമ്മുടെ മുമ്പിലേക്കൊരു വരവുണ്ട്. അപ്പോൾ നിങ്ങളൊരിക്കൽ പുട്ട് കിട്ടാത്ത രാജ്യമാണോ? ഒരിക്കലും അല്ല, എല്ലായിടും പുട്ട് കിട്ടും. പക്ഷെ ഈ പുട്ട് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വേണം. വരുന്നുണ്ട് ബാ 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 ബാ. ഇച്ചിരി മുമ്പേ എൻ്റെ മുമ്പിൽ കിടന്ന് പടച്ച സാധനമാണ്. എന്നെ കൊണ്ടാവുന്ന പോലെ അവനെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂനിലാവിൻ്റെ ഹരിയും, എത്ര സുന്ദരം ഈ കാടെത്ര സുന്ദരം. ഇത്ര നേരം എൻ്റെ യാത്രകൾ കണ്ടുകൊണ്ടിരുന്നല്ലേ. അപ്പം ഞാൻ എന്തിനാണ് ഇത്ര കാട്ടിലൂടെ ഓടി വന്നതെന്നുള്ള കാര്യം ഇനി പറയാം. ഞാൻ നിൽക്കുന്നത് കട്ടളപ്പാറ എന്ന് പറയുന്ന ഫോറസ്റ്റിനുള്ളിലുള്ള സ്പോട്ടാണ്. സ്പോട്ടെന്ന് പറയുമ്പം തെമ്മലയിൽ നിന്ന് കുളത്തൂപ്പുഴയിലോട്ട് പോകുമ്പോഴത്തേന് ഒരു 4 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഫോറസ്റ്റിൻ്റെ പെർമിഷനൊക്കെ മേടിച്ച് കാട്ടിലൂടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ഈ കട്ടളപ്പാറ എത്താൻ. അപ്പോൾ നിങ്ങൾ എനിക്ക് കട്ടളപ്പാറ അതെന്തൊരു പേര്? വെറുതെ പറയുന്നതല്ല. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്കൊക്കെ താമസിക്കാൻ വേണ്ടി ഇവിടെ പാറയ്ക്കകത്ത് നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് കട്ടള കുത്തി വെച്ചിട്ടുണ്ട്. ദേ വ്യത്യസ്തമായ രുചിയിലുള്ള ആഹാരം കഴിക്കാനാണ്. അപ്പോൾ കഴിച്ചാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്കൂടെ അറിയണ്ടേ ഇതെവിടെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ വന്നത് ജെയിംസ് അച്ചായനെ കാണാനാണ്. എൻ്റെ പഴയൊരു സുഹൃത്താണ്. അപ്പോൾ അച്ചായനെ തിരക്കി വന്നത് എന്തായിരിക്കും? വേറെ ഒന്നുമല്ല, വൃത്തിയായിട്ട് ആഹാരം കഴിക്കുക. പിന്നെ ഇവിടുത്തെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ പറഞ്ഞ വെറൈറ്റി അറ്റ്മോസ്ഫിയർ, കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിടിലം വൈബ്. കാട്ടിനകത്ത് വേറെ ആരുടെ ശല്യമില്ല, പ്രത്യേകിച്ച് മൊബൈലിന് റേഞ്ചില്ല, ഒരു ശല്യമില്ല. എവിടെയെങ്കിലും വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം, ഉല്ലസിക്കാം, പാട്ടുപാടാം, എല്ലാം കൊണ്ടും കിടിലൊരു സ്പോട്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അച്ചായൻസ് കിച്ചൺ. നമ്മുടെ പ്രിയപ്പെട്ട അച്ചായനുണ്ട്. അച്ചായ എന്തോ എവിടെ എത്ര നാള്? കുറെ നാളായല്ലോ കണ്ടിട്ട്. കുറെ നാളായി. ചെറുപ്പമായിട്ട് വരിക. ഇതാണ് ഞങ്ങളുടെ അച്ചായൻസ് കിച്ചണിലെ സ്വന്തം ജെയിംസ് അച്ചായൻ. JMS എന്ന് പറയുന്ന ഫാമാണ് തൊട്ടുപുറേ കാണുന്നത്. ഏതാണ്ട് 2018 അല്ലേ, 2018 മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഒരുപാട് സീരിയലുകൾ, സിനിമ, പാട്ടുരംഗങ്ങൾ, ആൽബങ്ങൾ, ഇപ്പോൾ പറയുന്ന സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ ഷൂട്ട് വെച്ച് നടക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നിങ്ങൾ കാണുന്നതായിരിക്കും ഇവിടുത്തെ വിശേഷങ്ങൾക്ക് കുറച്ചുകൂടെ രസമെന്ന് പറയുന്നത്. വാ പറയട്ടെ വിശേഷങ്ങൾ. കാട്ടിനൊത്ത് മുളയൊക്കെ വെച്ചിട്ട് കുറേ ഹട്ടുകളുണ്ട്, അതേപോലെ റൂം സൗകര്യമുണ്ട്. പിന്നെ വിശാലമായൊരു 1.5 ഏക്കർ പടർന്നു കിടക്കുന്ന മീൻകുളം, അതിൽ നിറച്ച് മീനുകൾ, സീലോപ്പിയുണ്ട്, ഈ വളത്താവൂലി എന്ന് പറയുന്ന റെഡ് പെല്ലി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ പറഞ്ഞൊക്കെ ഉണ്ട്, നമുക്കറിയത്തില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എല്ലാം കൊണ്ടും ഒരു വൈബാണ്. 30 വർഷമായിട്ട് സത്യൻ ചേട്ടൻ അച്ചായൻ്റെ കൂടെ ഉണ്ട്. അച്ചാനിട്ട് വിടത്തുമില്ല, വിട്ടാൽ തന്നെ സത്യൻ ചേട്ടൻ ഇട്ട് പോകത്തുമില്ല. അതാണ് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി. ഇതിനെ ഇതേപോലെ അങ്ങോട്ട് പിടിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഫ്രഷ് ആക്കിയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ പാചകം ചെയ്ത ഇലയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ ഈ കിടക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതലുള്ള നമ്മുടെ വായിലോടും. മഞ്ഞ മീനേതാ? ഇതിലൊരു മഞ്ഞ മീനെ കണ്ടില്ലേ? സൈപ്രൻസ് എന്ന് പറഞ്ഞൊരു അപൂർവ മീൻ. അതിനെ ആർക്കും കൊടുക്കത്തില്ല, അത് ഭംഗിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക, കാണാനും കണ്ട് ആസ്വദിക്കാനും. അപ്പൊ സിലോപ്പി എടുത്ത കേട്ടാ. അപ്പോഴ് ലൈവായിട്ട് മീനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് കട്ടള എന്ന് പറയുന്ന ഐറ്റം. ഇത് കട്ടള രണ്ടുപേരും കൈ നിൽക്കത്തില്ല, ഏത് സമയം പിടയ്ക്കും. ഇത് സിലോപ്പിയ അറിയാമല്ലോ, അത്യാവശ്യം നമുക്ക് ഫിഷുകളൊക്കെ കിട്ടും. ഇതല്ല കിട്ടുന്നത്, പക്ഷേ സിലോപ്പിയുടെ വേറൊരു ഐറ്റം. അപ്പം നമ്മുടെ അച്ചായൻസ് കിച്ചണിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്.
അപ്പോൾ നേരത്തെ നമ്മൾ ലൈവായിട്ട് പിടിച്ച മീൻ ലൈവായിട്ട് തന്നെ അവർ വൃത്തിയാക്കിയിട്ടുണ്ട് താജുദ്ദീൻ. അപ്പോൾ എന്താണ്ടേ ഇതിലേക്ക് ഇനി ഇത് വറക്കാനുള്ളതും കറി വെക്കാനുള്ള 2 സെക്ഷനായിട്ടാണ്. കറി വെക്കാനുള്ളതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ വെന്ത് കിടക്കുകയാണ്. അപ്പം അത് ഇതിനകത്ത് അതിലേക്ക് കറി വെക്കാനുള്ള മീനുകളിടും. പിന്നെ അതേപോലെ അതെ അച്ചായൻസിൻ്റെ സ്വന്തം മസാലക്കൂട്ടാണ് ഇതിപ്പോൾ ഈ മീനകത്തോട്ട് അങ്ങോട്ട് പെരട്ടിയിട്ട് എണ്ണ തിളച്ച് പാകത്തിന് കറിവേപ്പിലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുകയാണ്. അത് നമ്മുടെ താജുദ്ദീൻ നല്ല വൃത്തിയായിട്ട് മീനിൻ്റെ ഓരോ ഏരിയകളിലും കയറി മസാല പുരട്ടിയിട്ട് വറക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. അപ്പം മസാല പുരട്ടുന്നതിന് മുമ്പേ ആ വൃത്തിയായ മീൻകുട്ടന്മാരെ നമുക്കൊന്ന് കാണണ്ടേ. എന്നാണ്ട് നല്ല വരഞ്ഞ് ഈ വരയ്ക്കകത്തെല്ലാം മസാല കയറും. എന്നിട്ടത് വെന്ത് വരുമ്പോഴേ ചിന്തിക്കാൻ വയ്യ. ആ മസാലയുടെ ഒരു മണം തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മീനിനകത്ത് ഈ മസാല ഇരുന്ന് വെന്ത് വരുമ്പോഴേ അതിന് വേറൊരു മണമായിരിക്കും. അപ്പോൾ വറക്കാനുള്ള മീൻ മസാല പുരട്ടി പിടിക്കുന്ന വെച്ചിരിക്കുകയാണ്. ഇനി കറിക്കുള്ള മീനുകളുടെ കഴുകി വൃത്തിയാക്കി ഇവിടെ അടുപ്പയിൽ മസാല നല്ല വെന്ത് ഗ്രേവി ഇങ്ങനെ പരുവായി തിളച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ താജുദ്ദീനെ അതൊന്ന് ഇളക്കിയിട്ട് ഓരോ മീനായിട്ട് സൂക്ഷിച്ച് നോക്കിക്കോണം. നേരത്തെ കിടന്ന പിടയ്ക്കണ മീൻ അനങ്ങാതെ പിടപ്പൊക്കെ നിർത്തിയാണ്ട് ഇപ്പോൾ ഗ്രേവിയിലോട്ട് വീഴാൻ പോവാം. ഓക്കെ, പെതിയെ ഇട്ടോളൂ. കാണാൻ തന്നെ എന്ത് രസമാണ്. ആ മീനിൻ്റെ ഗ്രേവി അത് ചൂടോടൊക്കെ അതിൻ്റെ മണം ഒടിച്ചുകൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അതിലേക്ക് മീനുകൾ വീഴുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരും. അന്നേരം കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അച്ചായൻസ് ഇവിടുത്തെ ചമ്മന്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ചമ്മന്തിയുടെ ടേസ്റ്റ് നോക്കും മോനേന്നും പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ചമ്മന്തിക്ക് തന്നെ കപ്പയുടെ കൂടെ ഉള്ള സാധനം കേട്ടോ. നല്ല എരിയും നല്ല പുളിയും. ടേസ്റ്റിന് ആരും പറയണ്ടല്ലോ. പക്ഷേ അതിനകത്ത് എന്തൊക്കെ ചേരുന്നു ഒന്ന് പറയാമോ? ഇങ്ങോട്ട് തിരിഞ്ഞു ഇത് എല്ലാവരുടെയും കിച്ചണിലുള്ളതാണ്. ഇവിടുത്തെ 3 രഹസ്യം പറയത്തില്ല. ഞാൻ പറയുന്ന രഹസ്യങ്ങളൊന്നും പറയത്തില്ലെന്നാണ്. ഒരല്പം മധുരം കയറിയെങ്കിലും പാകത്തിന് ഉപ്പ് വരെയും പിടിച്ചുകൊണ്ടും. രഹസ്യങ്ങൾ പറയണ്ട. പക്ഷെ ഇവിടെ പരസ്യമായ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? പറഞ്ഞോ. ഇവിടുത്തെ രുചി അത് ഭയങ്കര പരസ്യം, എല്ലാവർക്കും അറിയാം. അപ്പോൾ നേരത്തെ മസിൽ പിടിച്ച് നമ്മുടെ അടുത്ത് വാശി കാണിച്ച മീനൊക്കെ നല്ല മസാല പുരട്ടി ഇവിടെ വെച്ചേക്കുക വറക്കാനുള്ള പരിപാടിയാണ്. അപ്പം അച്ഛാ ആദ്യം ഇടുന്ന മീൻ ഏതാണ്? കട്ടള. കട്ടളപ്പാറയിൽ നിന്നും കട്ടളയെ ഫ്രഷോടെ വറുത്ത് കയറുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. എണ്ണ മാത്രം കഴിച്ചത് നമുക്കിത് അത്ര പരിചയമുള്ള ഏരിയ അല്ല. എണ്ണ തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴും. അച്ഛൻ തന്നെ ഇട്ടു. ഇനി ഇവന്മാരിവിടെ ഇങ്ങനെ കേളന്ന് തിളച്ച് തിളച്ച് നല്ല സെറ്റായ നമ്മുടെ മുമ്പിലേക്കൊരു വരവുണ്ട്. ഇവിടുത്തെ പുട്ടിന് ഭയങ്കര ഡിമാൻഡാണ്. എന്തൊക്കെയോ പ്രത്യേക ചേരുവകൾ ചേർത്തിട്ടാണ്. പക്ഷേ അച്ചായൻ ഇത്ര വെച്ചിട്ട് നമ്മുടെ ഇത് പറഞ്ഞു തരുന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ശകലം ടേസ്റ്റ് ചെയ്യാൻ നോക്കും. ഇതിങ്ങനെ കഴിക്കാൻ പറ്റും. പച്ചമാവാ പച്ച കഴിക്കാൻ പോവാ. ഇതെന്തിനാ വേവിക്കുന്നത്? ഇങ്ങനെ വന്നാൽ പറയും. അടിപൊളി രുചിയാ, ഒന്നും പറയാനില്ല. ഇത് വെന്ത് വന്നിട്ട് വേണം കപ്പയുടെയും മീൻകറിയുടെയും ഫിഷ് കറിയുടെയും കൂട്ടി ഇങ്ങനെ കുഴച്ചതിങ്ങനെ ടച്ചിങ് സൈഡ്. ഈ മാങ്ങയും പിന്നെ ഈ കളർ വെള്ളമോടെ കഴിക്കുന്ന കണ്ട് എൻ്റെ ഈ ഇരുത്തേം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ തോന്നിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റമേ അല്ല. ഇതിവിടെ ഊണ് സമയത്ത് കൊടുക്കുന്ന ചൂടുവെള്ളമാണ്. അതിനകത്ത് ദാഹശമനിയും കാട്ടിൽ എന്തൊക്കെയോ ഐറ്റം അച്ചായൻസ് രഹസ്യം പറഞ്ഞിട്ടില്ല ചേർത്ത. ആ മസാലയുടെ മണമുണ്ടല്ലോ. കട്ടളപ്പാറയാകെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാരെ മീനിങ്ങനെ വെന്ത് പാകമായിക്കൊണ്ടിരുന്നു. മീൻകറി അടപ്പയിൽ ഏകദേശം വെന്ത് കഴിഞ്ഞു. പുട്ടായിട്ടുണ്ട്. പിന്നെ അതെ മീൻ വറുത്ത് ഇതിനകത്ത് ഗാർണിഷൊക്കെ ചെയ്താണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവസാനത്തെ മിനിക്കോടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിളമ്പുന്നിടത്ത് വെച്ച് കാണാം. ഞാനും കുറേ നേരം കൊണ്ട് കട്ട വെയിറ്റിംഗ് ആട്ടോ.
അപ്പോൾ ഇവിടെ വരുന്ന വിഭവങ്ങളെ കുറച്ച് നേരമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കില്ലേ, ഞാനും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല 1-1.5 മണി സമയം, ആഹാരം കഴിക്കാൻ പറ്റിയ സമയവും നല്ല വിശപ്പും. അപ്പോൾ ദേ കപ്പ പുഴുങ്ങിയത്, മീനിൻ്റെ ഗ്രേവി, നേരത്തെ കണ്ട മീൻകറി കിട്ടുക്കം, പിന്നെ നമ്മുടെ അച്ചായൻസിൻ്റെ സ്വന്തം സ്പെഷ്യൽ പുട്ട്. അപ്പോൾ നിങ്ങളൊരിക്കലും പുട്ട് കിട്ടാത്ത രാജ്യമാണോ? ഒരിക്കലുമല്ല, എല്ലായിടും പുട്ട് കിട്ടും. പക്ഷേ ഈ പുട്ട് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അതായത് ജെയിംസ് ഫാമിൽ അച്ചായൻസ് കിച്ചണിൽ തന്നെ വന്നാലേ പറ്റൂ. ഇതിനകത്ത് ചേരുവകളും കൂട്ടുകളൊക്കെ അച്ചായൻസിന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത്, പിന്നെ അതേപോലെ വിശേഷ ചമ്മന്തി. ഇതിനൊന്നും കൂട്ടച്ചാൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. കള്ളൻ. അപ്പോൾ ഞാൻ കാത്തിരിക്കുന്ന ആരെയെന്നറിയാം? നമ്മുടെ എണ്ണയിലേക്ക് മുഴുവനെ വീണ വലിയ മീനില്ലേ, കട്ടള, സിലോപ്പിയ, വളത്താവൂലിയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ അലങ്കരിച്ച് വരുന്നുണ്ട്. ബാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് അലങ്കരിച്ച് വരുമ്പോഴത്തേനും ഒരു ആന ചന്തമായിരിക്കുന്നു. രുചിയുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പോൾ കട്ടളയും ആവോലിയും സിലോപ്പിയൊക്കെ നാണ്ടെ നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് ഒരു മീനും വെജിറ്റബിളും കൊണ്ടൊരു പൂക്കളം പോലെയുണ്ട്. കണ്ടപ്പോൾ തന്നെ ഏകദേശം നമുക്ക് രുചിയുടെ കാര്യങ്ങളും വയറും നിറഞ്ഞു. പക്ഷേ കഴിക്കാതെ ഞാൻ വിടത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതെല്ലാം കൂടെ ഞാൻ നിന്ന് തീർക്കുമെന്നൊന്നും ഒരിക്കലുമല്ല. അങ്ങനെ തീർത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ശാപ്പാട് രാമെന്നുള്ള പേര് വിളിക്കും. അപ്പം തുടങ്ങിയാലോ. കുട്ടാരക്കുറ്റി എടുക്കുന്നില്ല, കാര്യം എന്താ പറയുക, അല്ല ഇവൻ്റെ വിഷമാവും. ഇതങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചിട്ടേ, ചൂട് കൊണ്ട് ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഫാനിടാൻ അച്ഛൻ പറഞ്ഞു, മോനെ ഫാനിടണ്ട, കറികളുടെ ചൂട് പോകുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒരു ശകലം ഇങ്ങനെ ഉക്കിത്തട്ടി മണ്ണടിക്കുന്ന പോലെ 2 ടീസ്പൂൺ ഗ്രേവി ഇട്ടു. പിന്നെ നമ്മുടെ സ്വന്തം ചമ്മന്തി, ശകലമായിരിക്കും പുട്ടിന് ആരെങ്കിലും ചമ്മന്തി വന്നു. ഇതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ ഇരിക്കുമ്പോൾ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ഞാൻ വെക്കത്തില്ല. ഇതൊരു ശകലം നോക്കാം. ആ ഗ്രേവിയിൽ നല്ല പുളിയുടെ ടേസ്റ്റ്, ചൂടും അത്യാവശ്യം എരിയും. രുചിയുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ചമ്മന്തി, മീൻകറി അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിനി നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കട്ടളപ്പാറയിൽ നിന്ന് ആ കട്ടള ഇങ്ങോട്ട് എടുത്ത് ഇവനെ ഈ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് കിടത്തി. ഒന്നും തോന്നല്ലേ, ഒരു പീസ് അങ്ങോട്ട് ഇളക്കിയിട്ടേ, ചൂടുണ്ട്. കർത്താവേ, എന്തൊരു രുചിയാണെന്നറിയാവോ? ആ മസാലയൊക്കെ പിടിച്ചിട്ടേ മാംസം നല്ല പഞ്ഞി പോലെ, മസാല ഇതിൻ്റെ മേളിലൊരു ആവരണം പോലെയായി. എന്താ ടേസ്റ്റ്! ഇനി വേറെ ചേരുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു കുക്കുംബർ. ഈ കുക്കുംബർ ഈ അയ്യത്ത് തന്നെ ഉണ്ട്, അച്ഛൻ തന്നെ കൃഷി ചെയ്തിട്ടുള്ള കുക്കുംബറാണ്. ഒരു കാരറ്റ്, പിന്നെ ഈ പൊടികളുണ്ട് ഇതിനകത്ത്. കപ്പലണ്ടിയുണ്ട്, കടലപ്പരിപ്പുണ്ട്, സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെള്ളരിക്കുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ നടുഭാഗത്തെ പിന്നെ മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുള്ളുണ്ട്. ഇവനിങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ, അപ്പം പുട്ടും മീൻ ഫ്രൈയും കുറച്ച് കഴിച്ചു. ഇനി എന്നെ കാത്ത് മീൻകറി നമ്മളവനൊന്ന് 2 ആക്കിയിട്ട് ഗ്രേവിസാക്കിയിടാം. കണ്ടോ, നല്ല ചൂടുണ്ട്. മീനിന് ചേരുന്ന ഒരാളുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്താണ്? കപ്പ. നല്ല പഞ്ഞി പോലുള്ള കപ്പയെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അവനെ നമ്മൾ ഈ ഇതിലിരിക്കുന്ന ഗ്രേവിക്കകത്തോട്ട് പല്ലിന് വലിയ സമ്മർദ്ദം കൊടുക്കണ്ട, കാര്യം നല്ലോണം വെന്ത സാധനം. ഇതിലെന്തൊക്കെ ചേരുന്നെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല, പക്ഷേ ജസ്റ്റ് ഞാനത് കണ്ടു. സവാള, തക്കാളി, കാരറ്റ്, പിന്നെ വേറെ ഐറ്റം ഉണ്ട്, കറിനാരങ്ങ ചെറുത്.
അതിൻ്റെ ഒരു പുളിപ്പുണ്ട് കേട്ടോ. അച്ഛാ ബാ, ആദ്യമേ എൻ്റെ സ്നേഹം അടി എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റില്ല, കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ആ കൈക്കാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്നേഹം കൊടുത്തത്. എന്താ ടേസ്റ്റ് എന്നറിയാം. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. വീട്ടിൽ ശരിക്കും പാചകം ചെയ്യുന്നാലാ? മമ്മിയാണോ അതോ? മമ്മിയാണ്. അപ്പം മമ്മിയുടെ നിന്ന് അടിച്ചു മാറ്റിയതാണോ അത്? അല്ല, സ്വന്തം ഐഡിയ ആണ്. അപ്പോൾ ഇവിടെ വല്ല മാനേജർ വേക്കൻസി വല്ലതും ഉണ്ടോ? 2 ദിവസം കഴിക്കാനായിട്ട് വന്നോ? അതന്നെ സന്തോഷം. കാര്യം ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് എന്തിനാണ്? കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ദിവസം നിന്നോളാൻ പറഞ്ഞു. 3 തന്നെ പറഞ്ഞു വിടും. എൻ്റെ കഴിപ്പൊക്കെ അറിയാമല്ലോ. ഇച്ചിരി മുമ്പേ എൻ്റെ മുമ്പിൽ കിടന്ന് പിടച്ച സാധനമാണ് കേട്ടോ. എന്നെ കൊണ്ടാവുന്ന പോലെ അവനെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനഘട്ട പണിയാണ്. കഴിക്കാം, ഒരു സമയം എടുത്ത് കഴിക്കാം. മുള്ളു വരെ ചിലർ വായിലിട്ട് ചവച്ച് നല്ല പേസ്റ്റ് ഓരോരുത്തരൊക്കെ ഇറക്കുന്നുണ്ട്. മുള്ളിനകത്താണ് കാൽസ്യം, അയോഡിനോ എന്തൊക്കെയോ എനിക്കറിയത്തില്ല. കമൻറ്റ് ഇട്ട് പൊങ്കാലിടരുത്. അപ്പം ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഇവിടെ വരണം. വന്നിട്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം. അപ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്നും തെമ്മല റൂട്ടിൽ നെടുവന്നൂർ കടവ് എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൻ്റെ മെയിൻ റോഡിൽ തന്നെയാണ്. അവിടെ നിന്ന് വലത്തോട്ട് ഒരു 4 കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ കട്ടളപ്പാറയുടെ തൊട്ടടുത്തായിട്ടാണ് JMS ഫിഷ് ഫാം വർക്ക് ചെയ്യുന്നത്. അച്ചായൻസിൻ്റെ കിച്ചൺ. ആ അച്ചായനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കയറി നിന്നിട്ട് നോക്കുന്നത് ഞാൻ തിന്നുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആഹാരം വേസ്റ്റാക്കിയാൽ എന്നെ ഇവിടുന്ന് വിടത്തില്ലെന്നു. ഒട്ടും കളയത്തില്ല, കളയാനൊന്നുമില്ല, അത് കറക്റ്റ്. അപ്പം ഇതിൻ്റെ വില എല്ലാവരും പറയുന്നുണ്ട്. വില നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. വില പറഞ്ഞേക്കാം. ഇതേപോലെ ഫ്രൈ ചെയ്ത കറി വെച്ച മീനുകൾ നിങ്ങൾ കണ്ടല്ലോ. 1 കിലോ മീൻ ഇത്ര സെറ്റ് ചെയ്ത് തരുന്നതിന് 700 രൂപയാണ്. പിന്നെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ, ഇത് ഞങ്ങൾ 3-4 പേർക്കുള്ള കപ്പയുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കഴിക്കാനുള്ള ഒരു പ്ലേറ്റിന് 60 രൂപ, പുട്ടിന് 60 രൂപ. പിന്നെ ബാക്കി ഇൻസാരികളൊക്കെ നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ ചെയ്ത് തരും. പിന്നെ വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ടായാലും 1 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സദ്യ നിങ്ങളുടെ മുമ്പിൽ റെഡിയാണ്. ഇതിലുമുണ്ട് നമ്മുടെ ജെയിംസ് അച്ചായൻ്റെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായമൊക്കെ ഞങ്ങളെ അറിയിക്കണേ. അതേപോലെ ഇതേപോലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ കൊടുക്കുന്ന ഏതെങ്കിലും ഇടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. ഇനി എവറസ്റ്റിൻ്റെ മേളിലാണെങ്കിലും റൊണാൾഡ് ഫുഡ് വ്ളോഗ്സ് അവിടെ എത്തിയിരിക്കും. ഞങ്ങൾ വരും, ടേസ്റ്റ് ചെയ്യും. ആ വിശേഷങ്ങളും സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സന്തോഷമായില്ലേ? ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം.